അവരേജേ ഉള്ളണം, അവരേജേ ഉള്ളു, വലിയ ഇതില്ല, ഒരിക്കലും കാണാം. നല്ല സിനിമയാണ്. ആക്ഷൻ ഉണ്ട്, നല്ല രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഇന്നത്തെ തലമുറയിലെ കൊച്ചു പിള്ളേർ ഒരുപാട് മെഗാ ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചു പിള്ളേർ കൂടെയുള്ള മമ്മൂക്കയുടെ യുദ്ധം അവർക്ക് ഒരിക്കലും മമ്മൂക്കയുടെ ഒപ്പം എത്താൻ പറ്റൂല. അത് ഇതിൽ കൂടെ വീണ്ടും മമ്മൂക്ക തെളിയിച്ചു. മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി, ഇൻട്രോ സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും പ്രളയമായിരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു, കാരണം വൈശാഖും മമ്മൂക്കയെ ഒന്നിക്കുമ്പോൾ എന്താണ്, പക്ഷെ ആ പ്രതീക്ഷ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ടർബോ ജോസിന്റെ ഒരു വൻ വിജയം. സൂപ്പർ പടമായിരുന്നു. നമുക്കിപ്പം ഒരു പുള്ളിക്കാരൻ 70 വയസ്സെന്ന് പറയാൻ പറ്റൂല, നമുക്കൊരു 35-36 ആ ഒരു ഏജിന്റെ ഒരു ഫൈറ്റും ആ ഒരു കാർ സീക്വൻസും പിന്നെ അമ്മയായിട്ട് അഭിനയിച്ച ആള് സൂപ്പറായിട്ട് കോമഡി ഉണ്ടായിരുന്നു. നല്ല പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ എന്താ പറയുക, ആക്ഷൻ കോമഡി സിനിമയാണ്. മമ്മൂട്ടി ഭയങ്കര മാസമായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഓരോ സീക്വൻസും എടുത്തു പറയേണ്ടതാ. നല്ല രസമുണ്ട്. എന്താ പറയുക, മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിലും ആ സ്ലോയിൽ വരുന്നതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് മൂവി. തിയേറ്റർ എക്സ്പീരിയൻസ്, ക്ലൈമാക്സ് എല്ലാം നല്ല രസമുണ്ട്. സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, പക്ഷെ അടിപൊളി സിനിമ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രസമുണ്ട്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. ഒരുപാട് മാസ് രംഗങ്ങൾ കൊണ്ട് നിറയും. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് റീലിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, മാസ് രംഗങ്ങൾ. പിന്നെ ഓവറോൾ സ്റ്റോറി സ്ക്രിപ്റ്റ് ട്രെയിലറിൽ കാണുന്നത് എന്താണോ അത് തന്നെയാണ് നമ്മൾ സിനിമയിൽ ഉടനീളം കാണിക്കാൻ സാധിക്കുക. പിന്നെ ഈ ഒരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിപ്പിക്കലി ഒരു മധ്യ കേരളത്തിലെ ഒരു എന്താ പറയുക, ഒരു ഹൈ റേഞ്ചിൽ ആ ഒരു പരിസരത്ത് ചുറ്റുപാറ്റും നമ്മളെ പള്ളിപ്പെരുന്നാളും നമ്മൾ അടിയും പിടിയായിട്ടൊക്കെ നടക്കുന്ന ഒരു ടിപ്പിക്കൽ കഥാപാത്രം. ഇതിനു മുമ്പ് മമ്മൂട്ടി ഇത് സമാനമായ കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് ചില ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ വേറൊരു നഗരത്തിൽ എത്തിപ്പെടേണ്ടി വന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ആക്ഷൻ ഉണ്ടായിരുന്നു, ഹ്യൂമർ ഉണ്ടായിരുന്നു, എല്ലാം കിടിലായിരുന്നു. സൂപ്പർ മൂവി ആയിരുന്നു. നമുക്കൊരു ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറയാം, ഒരു ആക്ഷൻ ത്രില്ലർ എന്നും പറയാം. എല്ലാം കൊണ്ട് മമ്മൂട്ടി അടിച്ചു പൊളിച്ചിരുന്നു. മമ്മൂക്ക ഈ അടുത്ത കാലത്ത് ഒരു പക്ഷേ ഒരു സിനിമയിലും ചെയ്യാത്ത രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. കാർ റേസിംഗ് ഉൾപ്പെടെയുള്ള എല്ലാം മാസും അതുപോലെ തന്നെ ഹ്യൂമറും സെന്റിമെന്റ്സും എല്ലാം നിറഞ്ഞ ഒരു മനോഹര ചിത്രം തന്നെയാണ്. ഒരു പക്ഷേ മലയാള സിനിമയിൽ ഈ വർഷത്തെ ഏറ്റവും കളക്ഷൻ വാരി പടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഡബിൾ ടർബോ ജോസായി മമ്മൂക്ക മലയാള സിനിമയിൽ ഇനിയും ഉണ്ടാവും. അതിനുശേഷം ആക്ഷൻ ഇൻട്രോ നന്നായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ലാഗാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഓക്കെ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ പടം, നല്ല അടിപൊളി പടമാണ്. 18 വയസ്സുകാരെ എങ്ങനെ ഈ പടം അഭിനയിക്കും, സൂപ്പർ പടമാണ്. ഡയറക്ഷൻ പോയിന്റ് കുറെ അടുത്ത് വീക്ക് ആയിട്ടുണ്ട്, ചിലടത്ത് ഭയങ്കരമായിട്ട് അപ്പും ആയിട്ടുണ്ട്, ചിലടത്ത് വീക്കും ആയിട്ടുണ്ട്. ആ ഒരു അതിലൊന്നും പറയേണ്ട കാര്യമില്ല. വില്ലനായിട്ട് രാജ്വി ഷെട്ടി കൊള്ളാം. പിന്നെ ചിലയിടത്തൊക്കെ എനിക്ക് തോന്നുന്നു അത്രയും ചില രംഗങ്ങൾ ഹൈ ആയിട്ടുണ്ട്, ചില രംഗങ്ങളൊക്കെ താന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷൻ്റെ ഒരു ചെറിയ കുറവ് ചില സൈഡിൽ കാണാനുണ്ട്. പക്ഷെ ഓവറോൾ നല്ല മൂവിയാണ്. മാസാണ്. മമ്മൂക്ക ഒരു രക്ഷയില്ല. നമ്മളൊന്നും ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മമ്മൂക്ക മാത്രം കാണാനൊന്നും ഇരിക്കുക. ഈ വയസ്സിൽ മമ്മൂക്കയുടെ ആ ഒരു ഫൈറ്റ് രംഗങ്ങളും എല്ലാം ഭയങ്കര മനോഹരമായിട്ടുണ്ട്. ഭയങ്കര മാസം, നന്നായിട്ട് സ്ലോ മോഷൻ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു നെഗറ്റീവ് എനിക്ക് തോന്നി, ഈ BGM നല്ല BGM ആണ്. പക്ഷെ ആ BGM എല്ലാം ആവശ്യമില്ലാത്തടത്തും എല്ലായിടത്തും ഈ BGM ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു സൗണ്ട് കുറച്ച് നമ്മൾ കേൾക്കുന്നത് BGM കാരണം ഒന്നും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ. BGM വല്ലാണ്ട് കുത്തി നിറച്ചേക്കുന്ന ഒരു ആവശ്യമില്ലാത്തൊരു കുറച്ച് BGM ഉണ്ട്. ആ ഒരു നെഗറ്റീവ് നോക്കിയതല്ലാതെ ബാക്കി ഓവറോൾ കാണാം. പിന്നെ ഭയങ്കര എക്സ്പെക്ടേഷന് വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അത്ര ഭയങ്കരമായ സ്റ്റോറി അല്ല, പലതിലൊക്കെ കണ്ടിട്ടുള്ള സ്റ്റോറിയിലാണ്. പക്ഷെ ഒരു നല്ല നൈസ് മൂവി ടു വാച്ച് ഇൻ തിയേറ്റർ. ആരും മിസ്സാക്കണ്ട. മമ്മൂക്കയുടെ സ്വാഗ് മാസ് എല്ലാം കാണാൻ വരിക. ഇത്രയേ ഉള്ളൂ, വന്ന് കാണുക. നേരിടേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു സാഹചര്യങ്ങൾ എത്തിപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാലഞ്ചസ് ആയിട്ട് വരുന്നത് സമൂഹത്തിൽ വളരെ പ്രബലരായിട്ടൊന്നല്ല, ഒരു അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്നത് ഒരു അണ്ടർ വേൾഡും ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു വലിയൊരു പടയാണ് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത്. പക്ഷെ അതെങ്ങനെ അത് ഓവർകം ചെയ്യുന്നു, അദ്ദേഹം തൻ്റെ ബന്ധങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരു ഓവർകം ചെയ്തു എന്നുള്ള രീതിയിലാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ക്രിസ്റ്റോസ് സേവർ എന്ന മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന BGM നമുക്ക് എവിടെ നിന്ന് തിയേറ്ററൊക്കെ കുലുങ്ങുന്ന, ചെയറൊക്കെ ഇരുന്ന് പ്രകമ്പനം കൊള്ളുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. രാജ്ബി ഷെട്ടി ഒരു ടിപ്പിക്കൽ വില്ലൻ, നമ്മൾ എല്ലാ സിനിമകളിലൊക്കെ ഒരു തെലുങ്ക് സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ടിപ്പിക്കൽ ഒരു വില്ലൻസം കാണിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്, അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിലിൻ്റെ കഥാപാത്രം നമ്മൾ കുറേ സിനിമകളിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, പക്ഷേ അദ്ദേഹത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് എന്തിനായിരുന്നു
ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. പിന്നെ പിന്നെ അവസാനമായിട്ട് വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇത്രയും വയസ്സിലും പുള്ളി ചെയ്യുന്ന, നമ്മളത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതല്ല. അദ്ദേഹത്തിന് ഇത്ര വയസ്സായി അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല. നമ്മൾ ലോക സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രായമായിട്ടുള്ള ആൾക്കാർ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിത്വങ്ങളിൽ ഒന്ന് തന്നെയാണ് മമ്മൂക്ക. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ഈ റോളിന് ചെയ്യാനുള്ളത് അത് മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ടിപ്പിക്കലി മാസ് ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു പ്രതീക്ഷയോടെ മാത്രം വരിക ആൾക്കാർ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇതുപോലെ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് വരിക, നമ്മളൊരു ഉത്സവത്തിന് അറ്റൻഡ് ചെയ്യാൻ വരിക, അത് ഇരിക്കുക, നമ്മൾ കാണുക, എൻജോയ് ചെയ്യുക. അതിനകത്ത് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അതില്ല മറ്റേലും മറിച്ചില്ല അങ്ങനെ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ സിനിമയ്ക്ക് വരിക. മമ്മൂട്ടി ഒരു ഓൾ ഇൻ ഓൾ മമ്മൂട്ടി ഷോ ആണ് ഇതിനകത്ത്. അത് ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് ഒരു സാധാരണക്കാരൻ എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ വന്നു നിന്നാൽ ചെയ്യും, പ്രതികരിക്കും, എല്ലാം അദ്ദേഹം മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.